Hello children, welcome to Kids Area Online. ക്രിസ്മസ് എക്സാം അടുത്തു വരികയാണല്ലേ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനായിട്ടുള്ളൂ. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഇപ്പോൾ നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ അവൈലബിൾ ആണ്. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷന് പുറമെയാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് മാത്രമായിട്ട് നൽകുന്നത്. ലൈവ് ക്ലാസ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടുണ്ട്. എക്സാം കഴിയുന്നത് വരെയാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉള്ളത്. ട്യൂഷൻ അത് കഴിഞ്ഞും മുന്നോട്ടുണ്ടാകും. ഇപ്പോൾ ലൈവ് ക്ലാസ് വരുന്നത് 1ാം ക്ലാസ്സിന് 5 മണിക്കാണ്, 2ാം ക്ലാസ്സിന് 6 മണിക്കാണ്, 3ാം ക്ലാസ്സിന് 7 മണിക്കാണ്, 4ാം ക്ലാസ്സിന് 8 മണിക്കാണ്. ഇനി നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, റെക്കോർഡ് ക്ലാസ് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. 6ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. എന്ന് ജോയിൻ ചെയ്താലും 6ാം തീയതി മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. ഇനിയുള്ള ക്ലാസ്സുകൾ ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ഫീ വരുന്നത് 400 ആണ്. 400 രൂപയാണ് ഫീ വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ ആണോ ആവശ്യം, 1ാം ക്ലാസ് ആണോ, ഏത് ക്ലാസ്സിൻ്റെ ആണോ, റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ലൈവ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ. Hi children, welcome to Kids Area Online. Hi. Good evening. എല്ലാരും വീഡിയോ ഒന്ന് ഓണാക്കി. വീഡിയോ ഓണാക്കുക. എല്ലാവരും എക്സാമിന് വേണ്ടി പഠിക്കാൻ റെഡിയായോ? റെഡിയാണോ എല്ലാവരും? അപ്പോൾ ടീച്ചർ ചില കാര്യങ്ങൾ പറയും, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടിരിക്കുക. മെയിൻ ആയിട്ടുള്ളത് എക്സാം ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാമിന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരും, മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അത് എഴുതാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എക്സാമിന് വേണ്ടി പറയുന്ന ചോദ്യങ്ങളൊക്കെ സെപ്പറേറ്റ് പ്രത്യേകം ഒരു ബുക്കിൽ എഴുതിയിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒന്ന് മറിച്ച് നോക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എക്സാം പേപ്പറിനെ കുറിച്ച് ആകെയുള്ള ഒരു കാര്യം ടീച്ചർ പറഞ്ഞു തരാം. ഇംഗ്ലീഷിലെ എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ എല്ലാവരും ശ്രദ്ധിക്കുക, പാരന്റ്സും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, കുട്ടികളോടൊന്ന് പറയുക, ഒന്ന് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും നോട്ട് ചെയ്ത് എടുക്കാം എന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വരുന്നത് 5 ആക്ടിവിറ്റീസ് ആണ്. എത്ര ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്? 5 ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്. 2 മണിക്കൂർ സമയമാണ് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നത്. നന്നായിട്ട് പഠിക്കുന്ന, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 2 മണിക്കൂറൊക്കെ ഒത്തിരി കൂടുതലാണ്. വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പൊ പറഞ്ഞു വന്നത് 5 ആക്ടിവിറ്റീസ് ആയിരിക്കും ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുണ്ടാവുക. അതിലൊരു ആക്ടിവിറ്റി കളറിംഗ് ആയിരിക്കും. എന്തായിരിക്കും? കളറിംഗ് ആയിരിക്കും. കളറിംഗ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കളറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാവർക്കും കളറിംഗ് ബുക്ക് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, അതിലൊരു ആക്ടിവിറ്റി കളർ ചെയ്യാനായിരിക്കും.
അങ്ങനെ നമ്മുടെ 2 ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ആക്ടിവിറ്റി കളറിംഗ് ആയിരുന്നു. കളറിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും എങ്ങനെയാണ് കളർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ കളറിംഗ് ക്വസ്റ്റ്യൻ വരാം എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് വന്നത് കോൺവെർസേഷൻ ആണ്. ഇതേ കോൺവെർസേഷൻ തന്നെ ചോദിക്കണം എന്നില്ല, അതിന്റെ ഒരു പാറ്റേൺ ആണ് പറഞ്ഞു തന്നത്. ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ടായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്താൽ മാത്രം മതി. ആ വരികളിൽ ഏത് വാക്കുകളാണ് കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആകുന്നത്, യോജിക്കുന്നത് എന്ന് കണ്ടെത്തുക, എഴുതുക. 2 ആക്ടിവിറ്റി ഓക്കെ ആണോ? എങ്കിൽ മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാമോ? മൂന്നാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? റൈം കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു. റൈം ടീച്ചർ അത് പറഞ്ഞപ്പോ പറഞ്ഞു ഒരു 4 ലൈൻസ് 4 or 6 ലൈൻസ് തന്നിട്ടുണ്ടായിരിക്കും. അത് കണ്ടുപിടിച്ചിട്ട് അതെങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷമാണ് മറ്റ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. We are singing together. Singing together. We are good friends. We are dancing dash together. We are good friends. We are dash dancing, jumping. ഓക്കെ, റൈം കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. നോക്കാം, റൈം കംപ്ലീറ്റ് ചെയ്യുക, വരികൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെയും വരികൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇത്രയാണ് ചോദ്യം. ചോദ്യം നോക്കിയോ, ഇതാണ് ചോദ്യം. റൈം കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇങ്ങനെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, 2 വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ 3 ലൈൻ ഒന്ന് നോക്കിയേ. വി ആർ സിംഗിങ്, പാട്ട് പാടുന്നു. സിംഗിങ് ടുഗദർ, ഒന്നിച്ച് പാടുന്നു. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള 3 വരികളല്ലേ. വി ആർ സിംഗിങ്. അപ്പൊ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് വി ആർ ഡാൻസിങ്. മൂന്നാമതായിട്ട് നമുക്ക് എന്ത് എഴുതാം? വി ആർ, ഇതിൽ നിന്ന് എന്ത് എഴുതാം? ഡാൻസിങ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യാം? ഒന്ന് പറഞ്ഞേ. ഇവിടെ സിംഗിങ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഡാൻസിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏത് വരും? ഇത് നോക്കി പറഞ്ഞേ, ഏതാ വരുന്നത്? ഡാൻസിങ് ആണോ വരുന്നത്? ജമ്പിങ് ആണോ വരുന്നത്? ജമ്പിങ് ആണ് വരുന്നത്. ജമ്പിങ്. ഫസ്റ്റ് ലൈൻ നമ്മൾ എഴുതി. വി ആർ ഡാൻസിങ്, സോറി, വി ആർ സിംഗിങ്, വി ആർ ഡാൻസിങ്, വി ആർ ജമ്പിങ്. ഇനി സെക്കൻഡ് ലൈൻ നോക്കാം. സിംഗിങ് ടുഗദർ. ഇവിടെ പാട്ട് പാടുന്നു എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഒന്നിച്ച് പാട്ട് പാടുന്നു. ഇവിടെയോ വി ആർ ഡാൻസിങ്, അപ്പോൾ ഡാഷ് ടുഗദർ. എന്താണ്, എന്താ അതിൽ വരുന്നത്? ഇവിടെ ഡാൻസ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ഒന്നിച്ച് എന്താ ചെയ്യുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് പറഞ്ഞേ, ഏതാ വരുന്നത്? വെരി ഗുഡ്, ഡാൻസിങ് ആണ് വരുന്നത്. ഡാൻസിങ്. ഈ ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിത് മുകളിൽ തന്നിട്ടുള്ള ചോദ്യം മാത്രം നോക്കിയാൽ മതി. അത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി വരികൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ വി ആർ സിംഗിങ്, ഇവിടെ ഏത് വേർഡ് ആണോ അത് തന്നെയാണ് അടുത്തുമുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി ആർ ഡാൻസിങ്, ഇവിടെ ഏത് വേർഡ് ആണോ അത് തന്നെയല്ലേ അടുത്തും വരുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലായോ? അങ്ങനെയെങ്കിൽ വി ആർ ജമ്പിങ്, അപ്പൊ ഇവിടെ ഏത് വരിയാ വരുന്നത്?
എല്ലാ വരികളിലും സിംഗിങ് ടുഗദർ, ഡാൻസിങ് ടുഗദർ. അപ്പോൾ ഇവിടെ എന്താണ്? ആർക്ക് പറയാം? അനേ കൃഷ്ണ പറഞ്ഞേ. ജമ്പിങ് ടുഗദർ. ഇവിടെ ഏത് വേർഡിലാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങാനുള്ളത്. അങ്ങനെയല്ലേ എല്ലാ വരികളിലും? അപ്പൊ ജമ്പിങ്ങിലല്ലേ അവസാനിക്കുന്നത്, അപ്പൊ ജമ്പിങ്ങിൽ നിന്ന് തുടങ്ങണം. എല്ലാം ഞാനേക്കൊന്ന് ക്ലാപ്പ് ചെയ്തേ. അപ്പൊ ജമ്പിങ് ടുഗദർ, ജമ്പിങ് ടുഗദർ, ജമ്പിങ് ടുഗദർ. എല്ലാ വരിയിലും അവസാനത്തെ ലൈൻ എന്താ? വി ആർ ഗുഡ് ഫ്രണ്ട്സ്, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? ആർക്ക് പറയാം? മുഹാസ് പറഞ്ഞേ. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. എല്ലാവരും മുഹാസിനോട് ക്ലാപ്പ് ചെയ്തേ. എല്ലാ വരികളിലും ആ ഒരു ലൈൻ തന്നെയാണ് സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമുക്ക് എഴുതാനുള്ളത്. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഈ ചോദ്യം എങ്ങനെയാണ് എഴുതിയത് മനസ്സിലായോ? റൈം എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് മനസ്സിലായോ? ഈ 3 ലൈൻസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്നും കുറച്ച് വാക്കുകൾ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എഴുതിയതാണ്. ആദ്യത്തെ 3 വരിയിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ഈ കവിതയിൽ പ്രത്യേകതയായിട്ടുള്ളത്, ഈ ഒരു റൈമിൽ എന്താണ് പ്രത്യേകതയായിട്ടുള്ളത്? അവസാനത്തെ ലൈൻ എല്ലാം സെയിം ആണ്. ലാസ്റ്റ് ലൈനിന്റെ ഒന്നാമത്തെ വരിയുടെ അവസാനത്തെ വേർഡ് തന്നെയാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ആ വരികളിൽ നിന്ന് ഫില്ല് ചെയ്യുക. മനസ്സിലായോ? റൈം കംപ്ലീറ്റ് ചെയ്യാൻ മനസ്സിലായോ? ഓക്കെ. അപ്പൊ 3 ആക്ടിവിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. കളറിംഗ്, കോൺവെർസേഷൻ, റൈം കംപ്ലീഷൻ. 3 ആക്ടിവിറ്റിയും ഓക്കെ ആയോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇതുപോലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. റെക്കോർഡ് ക്ലാസ് ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746487799. ഇനി നിങ്ങളുടെ കുട്ടികളെ ട്യൂഷനാണ് ചേർക്കാൻ ആഗ്രഹമെങ്കിൽ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഓക്കെ. Okay children, bye bye. Thank you.